നമസ്തേ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വസന്ത പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ ബസ് കി യാത്ര എന്ന പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗത്തിൽ നാം ലേഖകനും 4 മിത്രങ്ങളും കൂടി ഒരു ബസ്സിൽ കയറുന്നതും ബസ്സിൻ്റെ ശോചനീയാവസ്ഥയും കണ്ടു കഴിഞ്ഞു. ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചു ദൂരം പോയപ്പോൾ അത് പെട്രോൾ തീർന്ന് ബസ് വഴിയരികിൽ നിൽക്കുന്നതാണ് ആദ്യ ഭാഗത്തിൽ നാം കണ്ടത്. ബാക്കി നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാം. ബസ് കി രഫ്താർ അബ് 15-20 മീൽ ഹോ ഗയി ഥി. ബസ്സിലെ യാത്ര ഇപ്പോൾ 15-20 മൈലുകളോളം കഴിഞ്ഞിരിക്കുന്നു. മുझे ഉസ്കെ കിസി ഹിസ്സെ പർ ഭരോസ നഹീ ഥ. എനിക്ക് ഈ ബസ്സിലെ ഒരു പാർട്ടിനെയും, ഹിസ്സ പാർട്ട്, ഭരോസ നഹീ ഥ വിശ്വാസമുണ്ടായിരുന്നില്ല. ബ്രേക്ക് ഫെയിൽ ഹോ സക്താ ഹെ, സ്റ്റിയറിംഗ് ടൂട്ട് സക്താ ഹെ. എന്താണ്? ബ്രേക്ക് പൊട്ടിപ്പോകാം, സ്റ്റിയറിങ് നഷ്ടപ്പെട്ടു പോകാം. ബ്രേക്ക് നഷ്ടപ്പെടാം, സ്റ്റിയറിങ് പൊട്ടിപ്പോകാം. പ്രകൃതിക്ക് ദൃശ്യ ബഹുത്ത് ലുഭാവനീയത്തെ. പക്ഷേ പ്രകൃതി ദൃശ്യങ്ങൾ, ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ആനന്ദിപ്പിക്കുന്നതായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ലുഭാവനി. ദോനും തരഫ് ഹരേ ഫരേ പേട് ഥേ ജിൻ പർ പക്ഷി ബൈഠേ ഥേ. 2 വശത്ത് നല്ല പച്ച നിറമുള്ള വൃക്ഷങ്ങളുണ്ടായിരുന്നു. ആ വൃക്ഷങ്ങളിൽ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. മൈ ഹർ പേട് കോ അപ്പന ദുശ്മൻ സമച്ച് രഹാ ഥ. ഞാൻ ഈ ഓരോ വൃക്ഷത്തെയും കാണുമ്പോൾ അതെൻ്റെ ശത്രുവാണോ എന്ന് കരുതി തുടങ്ങി. കാരണം എന്താണ്? ജോഫി പേട് ആത്ത ഡർ ലഗത്താക്കി ഇസെ ബസ് ടക്കരായെങ്കിൽ. ഓരോ വൃക്ഷത്തിനടുത്ത് ചെല്ലുമ്പോഴും എനിക്ക് പേടിയാണ്, ഈ ബസ് ആ വൃക്ഷത്തിലെങ്ങാനും ടക്കരായെങ്കിൽ കൂട്ടിയിടിക്കുമോ. വഹ് നികൾ ജാത്താത്തോ ദൂസരെ പേടിക്ക ഇന്റസാർ കർത്ത. അതിലിടിക്കാതെ അതങ്ങ് നികൾ ജാത്ത കടന്നു പോകുമ്പോൾ, ആ വൃക്ഷത്തെ കടന്ന് ബസ് മുന്നോട്ട് പോകുമ്പോൾ, ദൂസരെ പേടിക്ക ഇന്റസാർ കർത്ത, ഞാൻ അടുത്ത വൃക്ഷത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്റസാർ കർണ പ്രതീക്ഷിക്കുക. ചീൽ ദേഖത്തി തോ സോച്ചത്താക്കി ഇസ്മയും ബസ് ഗോതാ ലഗാ ജായെങ്കിൽ. ഒരു തടാകം കാണുമ്പോൾ, ജലാശയം കാണുമ്പോൾ എനിക്ക് തോന്നി തുടങ്ങി, സോച്ചത്താക്കി ചിന്തിക്കാൻ തുടങ്ങി, എന്തെന്നാൽ ഇസ്മേ ബസ് ഗോതാ ലഗാ ജായെങ്കിൽ, ഇതിൽ ബസ് മുങ്ങിപ്പോകുമോ. ഇങ്ങനെയുള്ള ചിന്തകളാണ് ലേഖകൻ്റെ മനസ്സ് നിറയെ. ഏകായക്ക് ഫിർ ബസ് രുക്കി. അങ്ങനെ അപ്രതീക്ഷിതമായി വീണ്ടും ബസ് നിന്നു. ഡ്രൈവറിനെ തരക്ക് തർക്കീബേങ്കി. ഡ്രൈവർ പലതരത്തിൽ പരിശ്രമിച്ചു. പർ വഖ് ചലി നഹി. പക്ഷേ ബസ് ചലിച്ചില്ല. സവിനയ അവജ്ഞ ആന്തോളൻ ശുരു ഹോ ഗയ. വീണ്ടും സവിനയ അവജ്ഞ ആന്തോളൻ ആരംഭിച്ചു തുടങ്ങി. കമ്പനിക്ക് ഹിസ്സേദാർ കഹ് രഹേ ഥേ. കമ്പനിയുടെ ആ പാർട്ട്ണർ പറഞ്ഞു, ബസ് തോ ഫസ്റ്റ് ക്ലാസ് ഹേ ജി. പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട, ബസ് ഫസ്റ്റ് ക്ലാസ് ബസ്സാണ്, ഏറ്റവും നല്ല ബസ്സാണ്. ഇഹ് തോ ഇത്തഫാഖ് കി ബാത്ത് ഹേ. ഇത്തഫാഖ് എന്ന് പറഞ്ഞാൽ ആകസ്മികമായി അപ്പോഴുണ്ടാകുന്ന, അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്ന കാര്യമാണ്, അല്ലാതെ ബസ്സിന് യാതൊരു കുഴപ്പവും ഇല്ല. ക്ഷീണ ചാന്ദിനി മേ വൃക്ഷോं की छाया के नीचे वो बस बड़ी दयनीय लग रही थी. വളരെ നേർത്ത നിലാവിൽ, ക്ഷീണ ചാന്ദിനി എന്ന് വെച്ചാൽ മങ്ങിയ നിലാവ്, മങ്ങിയ നിലാവിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന, ഛായ കെ നീച്ചെ വൃക്ഷത്തണലിൽ കിടക്കുന്ന വോ ബസ്, ആ ബസ് ബഡി ദയനീയ ലഗ് രഹി ഥി, വളരെ ദയനീയമായി തോന്നി. ലഗത്ത തോന്നുന്നത് എങ്ങനെയാണ്? ജൈസെ കോയി വൃദ്ധ തക്കകർ ബൈഠ് ഗയി ഹോ. ഏതോ ഒരു വൃദ്ധ വളരെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്നതായിട്ടാണ് ഈ ബസ്സിനെ കണ്ടപ്പോൾ ലേഖകന് തോന്നുന്നത്. हमें ग्लानी हो रही थी कि बेचारी वह लद कर हम चले आ रहे थे. എനിക്ക് ആ ബസ് അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ വളരെ ഗ്ലാനിയായി, വിഷമം തോന്നി. എന്താണ്? ഈ വൃദ്ധയാണല്ലോ ഞങ്ങളെ ചുമന്നുകൊണ്ട് ഇവിടെ വരെ എത്തിച്ചത്, ഞങ്ങളെ വഹിച്ചുകൊണ്ട് ഇവിടെ വരെ എത്തിയത്. अगर इसका प्राणांत हो गया तो हम बियाबान में हमें इसकी अंत्येष्टि करनी पड़ेगी. ഒരു പക്ഷേ അഗർ എന്നാൽ ഉസ്കി പ്രാണാന്ത് ഹോ ഗയാത്തോ, ഇതിൻ്റെ ജീവനങ്ങ് അവസാനിച്ചു പോയാൽ, ഇതങ്ങ് നിന്നു പോയാൽ, ഹം ബിയാബാൻമേ ഞങ്ങൾ ഈ നിശബ്ദതയിൽ, ആരുമില്ലാത്ത ഈ സ്ഥലത്ത്, ഇസ്കി അന്ത്യേഷ്ടി കർണി പടേകി ഇതിൻ്റെ അന്ത്യ ഉപചാരം കൂടി ഞങ്ങൾ ഇവിടെ തന്നെ അർപ്പിക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ലേഖകൻ ചിന്തിച്ചു.
ഹിസ്സേദാർ സാഹബിനെ ഇഞ്ചൻ ഖോല. അപ്പോൾ ആ പാർട്ട്ണർ വന്നിട്ട് ബസ്സിൻ്റെ ഇഞ്ചൻ തുറന്നു. ഔർ സുധാര, കുച്ച് സുധാര, എന്തൊക്കെയോ നന്നാക്കി. ബസ് ആകെ ചലി, അങ്ങനെ ബസ് ഓടാൻ തുടങ്ങി. ഉസ്കി ചാൽ ഔർ കം ഹോ ഗയി തി, പക്ഷേ അതിൻ്റെ ചാൽ, വേഗത, ഫിർ കം ഹോ ഗയി, വീണ്ടും കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പം ഹിസ്സേദാർ വന്ന് എന്തൊക്കെയോ ചെയ്തപ്പോൾ ബസ് വീണ്ടും ചലിച്ചു തുടങ്ങി, പക്ഷേ അതിൻ്റെ വേഗത കുറഞ്ഞു വന്നു. ധീരെ ധീരെ വൃദ്ധ കി ആങ്കോം കി ജ്യോതി ജാനേ ലഗി. അങ്ങനെ പതിയെ ആ വൃദ്ധയുടെ കണ്ണുകളിലെ പ്രകാശം, ആ വൃദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വൃദ്ധാവസ്ഥയുള്ള ബസ്സിനെയാണ്, അതിൻ്റെ കണ്ണുകൾ ജാനേ ലഗി, എന്താണ്, പോകാൻ തുടങ്ങിയത്. അതായത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം, ലൈറ്റ് കുറഞ്ഞു വന്നു. ചാന്ദിനി മേ രാസ്ത ടട്ടോൾക്കർ വഹരേങ്കി രഹീത്തി. ആ മങ്ങിയ പ്രകാശത്തിൽ, നിലാവിൽ അതെന്താണ് ചെയ്തത്, വഴി അന്വേഷിച്ച്, രാസ്ത ടട്ടോൾക്കർ, വഴി പരതി രേങ്കി രഹീത്തി, ഇരഞ്ഞുകൊണ്ടേയിരുന്നു. ആകെ യാ പീച്ചെ സെ കോയി ഗാഡി ആത്തി ദിഖത്തിത്തോ, മുന്നിലോ പുറകിലോ മറ്റേതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഏകദം കിനാരെ ഖടി ഹോ ജാത്തി, ഒരു നിമിഷം അതെന്ത് ചെയ്യും, തീരത്തേക്ക്, സൈഡിലേക്ക് ഒതുക്കി നിർത്തും. എന്നിട്ട് ഔർ കഹത്തി, എന്നിട്ട് പറയുന്നു, നികൽ ജാവോ ബേട്ടി, പൊയ്ക്കോളൂ മകളെ. അപ്പനി തോ വഹ് ഉമ്ര ഹി നഹി രഹി, എനിക്ക് നിങ്ങളുടെ അതേ പ്രായം അല്ല, നിങ്ങൾ ചെറുപ്പക്കാരാണ്, എന്താണ്, പുതിയ വണ്ടികളാണ്, അപ്പോൾ നിങ്ങൾ കടന്നു പൊയ്ക്കോളൂ, എനിക്ക് നിങ്ങളുടെ കൂടെ ഓടി എത്താനായിട്ട് പറ്റുകയില്ല, അതുകൊണ്ട് നിങ്ങൾ കടന്നു പൊയ്ക്കോളൂ, ഞാനിവിടെ സൈഡ് മാറിത്തരാം. एक पुलिया के ऊपर पहुँचते ही थे एक ടയർ ഫിസ് കർക്കെ ബൈഠ് ഗയ. അങ്ങനെ വണ്ടി പതിയെ ഓടി ഏക പുലിയാക്കി ഊപ്പർ പഹൂഞ്ചി, ഒരു പാലത്തിന് മുകളിൽ എത്തിച്ചേർന്നു. ഖീ, അപ്പോൾ തന്നെ ഏക ടയർ ഫിസ് കർക്കെ ബൈഠ് ഗയ, ഒരു ടയർ ഫിസ് എന്ന ശബ്ദത്തോടു കൂടി അമർന്നു, അതായത് ടയർ പഞ്ചറായി. വോ ബഹുത്ത് ജോർ സെ ഹിൽക്കർ ധം ഗയി, അത് വലിയൊരു കുലുക്കത്തോടെ അതവിടെ നിന്നു. അഗർ സ്പീഡ് മേ ഹോത്തി തോ ഉച്ചൽക്കർ നാലേ മേ ഗിർ ജാത്തി. ലേഖകന് തോന്നി, അഗർ ഇഹ് ബസ് സ്പീഡ് മേ ഹോത്തി തോ, ഈ ബസ് ഒരു പക്ഷേ നല്ല സ്പീഡിലായിരുന്നു എങ്കിൽ, ഉച്ചൽക്കർ, എന്താ ഉച്ചലിന, കുതിച്ചു ചാടി, നാലേ മേ ഗിർ ജാത്തി, ആ തോട്ടിൽ വീണു പോയേനെ. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार ശ്രദ്ധാഭാവ സെ ദേഖ. ഞാൻ ആ കമ്പനിയുടെ ആ പാർട്ട്ണറെ വീണ്ടും എന്ത് ചെയ്തു, വളരെ ബഹുമാനത്തോടു കൂടി ഒന്നുകൂടി നോക്കി. വഹ് ടയറും കി ഹാലത്ത് ജാൻതേ ഥേ, അദ്ദേഹത്തിന് ഈ ടയറിൻ്റെ അവസ്ഥ അറിയാം, അദ്ദേഹം ബസ്സിൻ്റെ പാർട്ട്ണറാണ്, അദ്ദേഹത്തിന് അറിയാം ബസ്സിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ബസ്സിൻ്റെ ടയറിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഫിർ ഫി ജാൻ ഹതേലി പർ ലേക്കർ, എന്നിട്ടും അദ്ദേഹം തൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട്, ഹതേലി പർ ലേക്കർ, ഉള്ളം കയ്യിൽ എടുത്തുകൊണ്ട്, ഇസി ബസ്സെ സഫർ കർ രഹേ ഹേ, ഇതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നു. എന്താണ്, തൻ്റെ ജീവനിൽ യാതൊരു പേടിയുമില്ലാത്ത, ഇത്രയും ദയനീയമായ അവസ്ഥയിലുള്ള ഈ ബസ്സിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു. എനിക്ക് വളരെ അത്ഭുതമായി തോന്നി, അതുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടി നോക്കി. ഉത്സർഗയ്ക്ക് ऐसी ഭാവന ദുർലഭ് ഹേ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വളരെ ദുർലഭമാണ്. ഇത്രയും മനസ്സിൻ്റെ ബലം എന്ന് പറയുന്നത് വളരെ വിരളം ആർക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഞാൻ ചിന്തിച്ചു, ഇസ് ആദ്മി കെ സാഹസ് और ബലിദാൻ ഭാവന കാ സഹി ഉപയോഗ നഹി ഹോ രഹാ ഹെ. ഈ മനുഷ്യൻ്റെ ഈ ധൈര്യത്തിനും അല്ലെങ്കിൽ ഈ ബലിദാൻ, സാക്രിഫൈസ് ചെയ്യാനുള്ള ഈ മനസ്സിനും സഹി ഉപയോഗം നഹി ഹോ രഹാ ഹെ, നല്ല ഒരു ഉപയോഗം, നല്ല ഒരു ചിന്തയല്ല ഉള്ളത്. ഇസേ തോ കിസി ക്രാന്തികാരി ആന്തോളൻ കാ നേതാ ഹോനെ ചാഹിയെ, ഇദ്ദേഹത്തെ ഏതെങ്കിലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവാക്കാൻ കൊള്ളാം. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന് പറയുമ്പോൾ കൊല്ലാനും ചാകാനും തീരുമാനിച്ചിറങ്ങുന്നവരാണ് വിപ്ലവകാരികൾ. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാകാൻ കൊള്ളാം. കാരണം ഈ ബസ് എങ്ങനെയായിത്തീരുമെന്നും ഏതവസ്ഥയാണെന്നും അറിഞ്ഞിട്ടും അതിൽ യാത്ര ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ മനോധൈര്യം ഒരു വിപ്ലവകാരിക്ക് ചേർന്നത് തന്നെയാണ്.
इसे तो किसी क्रांतिकारी आंदोलन का नेता होना चाहिए। अगर बस नाले में गिर पड़ती और हम सब मर जाते तो देवता बाहें पसारे उसका इंतजार करते। ഒരു പക്ഷേ ഈ ബസ് തോട്ടിലേക്ക് വീഴുകയും ഹം സബ് മർ ജാത്തേ തോ ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്താൽ ദേവത ബാഹ്യം സപ്പസാരെ ആ ദേവത വന്നിട്ട് മാലാഖ വന്നിട്ട് കൈകൾ വിടർത്തിയിട്ട് ഉസ്ക ഇന്തസാർ കർത്തെ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ട് പോയേനെ. കഹത്തെ എന്നിട്ട് പറയുമായിരുന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പറയും, വോ മഹാൻ ആത്മീ ആ രഹാ ഹേ, ഓ ആ മഹത്തായ മനുഷ്യൻ ഇതാ വരുന്നു. ജിസ്നെ ഏക്ക് ടയർ കെ ലിയെ പ്രാൺ ദേ ദിയേ, ദേ ഒരു ടയറിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ ബലിയർപ്പിച്ച ആ മഹാനായ മനുഷ്യൻ ദാ വരുന്നു, അദ്ദേഹത്തെ നമുക്ക് വരവേൽക്കാം. മർ ഗയ പർ ടയർ നഹീം ബദല, മരിച്ചു എന്നാലും ആ ടയർ മാറ്റാനുള്ള മനസ്സ് കാണിച്ചില്ല. ആ ഒരു ടയറിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ച മഹാനാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവതകൾ അദ്ദേഹത്തെ എതിരേൽക്കും എന്ന് നമ്മുടെ ലേഖകന് തോന്നിപ്പോയി. അദ്ദേഹം കളിയാക്കിക്കൊണ്ട് വ്യംഗ്യകർത്തേ ഹുയെ ഐസേ കഹ്താഹെ, കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ദൂസരാ ഖിസ്സ ടയർ ലഗാക്കർ ബസ് ഫിർ ചലി, അങ്ങനെ രണ്ടാമത്തെ ടയർ മാറ്റിയിട്ടുകൊണ്ട് ബസ് വീണ്ടും പോവുകയാണ്. അബ് ഹംനെ വക്ത് പർ പന്ന പഹൂഞ്ചനേക്ക് ഉമ്മീദ് ചോട് ദി, ഇത്രയുമായപ്പോഴത്തേക്കും ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ യാത്രക്കാരെല്ലാവരും കറക്റ്റ് സമയത്ത് വക്ത് പന്ന പഹൂജിനേക്ക് ഉമ്മീദ് ചോടുതി, പന്ന എന്ന സ്ഥലത്ത് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിച്ചേരും എന്നുള്ള ആ ഹോപ്പ്, ആ പ്രതീക്ഷ ഉപേക്ഷിച്ചു. കാരണം ഈ രീതിയിൽ ഈ ബസ്സിൽ ഒരിക്കലും കറക്റ്റ് ടൈമിൽ അങ്ങ് എത്തിച്ചേരാൻ കഴിയില്ല. പന്ന കഭി ഫി പഹൂജിനേക്ക് ഉമ്മീദ് ചോടുതി, പന്ന ക്യാ കാഫി ഫി പഹൂഞ്ചനേക്ക് ഉമ്മീദ് ചോടുതി, പന്ന മാത്രമല്ല എവിടേക്കും എങ്ങോട്ടും ചെല്ലുമെന്നുള്ള ആ പ്രതീക്ഷ, ഉമ്മീദ്, ആഗ്രഹം ഞങ്ങൾ ഉപേക്ഷിച്ചു. എവിടെയും ചെല്ലുമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതീക്ഷ ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അതാണ് ആ ബസ്സിൻ്റെ അപ്പോഴത്തെ കണ്ടീഷൻ. ലഗത്താ ഥാ ജിന്ദഗി ഇസി ബസ് മേ ഗുസർത്തി ഹേ, ഞങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ബസ്സിൽ തന്നെ ഞങ്ങളുടെ ജീവിതം അവസാനിച്ചേക്കാം. ഔർ ഇസ്സേ സീധേ ഉസ് ലോക് കോ പ്രയാൺ കർ ജാത്താ ഹേ, ഒരു പക്ഷേ ഈ ബസ്സിൽ നിന്ന് നേരെ ഞങ്ങൾ എവിടേക്ക്, ഉസ് ലോകസെ ആ ലോകത്തേക്ക്, അതായത് സ്വർഗലോകത്തേക്ക്, പ്രയാൺ കർ ജാനാ ഹേ പോകാനുള്ളവരായിരിക്കാം. ഇസ് പൃഥ്വി പർ ഉസ്കി കോയി മഞ്ചിൽ നഹി ഹേ, ഈ ലോകത്ത് ഇനി ഞങ്ങൾക്കൊരു നിലയില്ല. ഇതെല്ലാം അവരുടെ മനസ്സിലെ ചിന്തകളാണ് ഈ ബസ്സിൻ്റെ അവസ്ഥ കണ്ടിട്ട്. ഹമാരി ബേത്താബി തനാബ് ഖത്മ ഹോ ഗയി, ഞങ്ങളുടെ പ്രതീക്ഷയും എല്ലാം അസ്തമിച്ചു. ഖത്മ ഹോ ഗയി, അസ്തമിച്ചു. ഹം ബഡേ ഇത്മീനാൻ സേ ഘർ കി തരഹ് ബൈഠ് ഗയെ, ഞങ്ങൾ വളരെ സമാധാന ചിത്തരായിട്ട്, ഇത്മീനാൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ ശാന്തതയോടെ മനസ്സിനെ ഏകാഗ്രമാക്കി അല്ലെങ്കിൽ മനസ്സിനെ വളരെയധികം ലഘൂകരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഘർ കി തരഹ് ബൈഠ് ഗയെ, വീട്ടിലേക്ക് പോകാനായിരുന്നു, ആ സീറ്റിലേക്കിരുന്നു. ചിന്താ ജാത്തിരഹി, ഞങ്ങളുടെ ചിന്തകളും ആലോചനകളുമെല്ലാം പോയി. ഹസി മച്ചാക് ചാലു ഹോഗയ, ആ മറ്റുള്ള ചിന്തകളൊന്നുമില്ലാതെ ഞങ്ങൾ ഇനിയിപ്പം മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് ഹസി മച്ചാക്ക്, ചിരിക്കാനും സന്തോഷിക്കാനും, ചാലു ഹോഗയ തുടങ്ങി. കാരണം ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ എന്നുള്ള ആ ചിന്തയോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞങ്ങളുടെ ചിരിയും സംസാരവുമെല്ലാം ഞങ്ങൾ വീണ്ടും തുടർന്നു. ഇത്രയുമാണ് ഹരിശങ്കർ പർസായിയുടെ ഈ ബസ് കി യാത്ര എന്ന പാഠഭാഗത്തിലൂടെ നാം പഠിക്കുന്നത്. ഈ പാഠഭാഗം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാഠഭാഗം മനസ്സിലായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെയും ഈ പാഠഭാഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.